السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد. ആദരണീയരായ ഉസ്താദുമാരെ, ഉലമാക്കളെ, സാദാത്തുക്കളെ, പ്രിയപ്പെട്ട സഖാഫി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയയെ, അതുപോലെ തന്നെ സുന്നത്തി ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും ഖിയാമത്ത് നാൾ വരെ കൂടുതൽ കൂടുതൽ പുരോഗതിയിലായി നിലനിർത്തി തരുമാറാവട്ടെ. അവയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, സാദാത്തുക്കൾ, നേതാക്കൾ, അവയെ സഹായിക്കുന്ന പ്രവർത്തകർ, എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ദീനീ ഖിദ്മത്തിനുള്ള തൗഫീഖും ഏറ്റി നൽകുമാറാവട്ടെ എന്നുകൂടി ദുആ ചെയ്യുകയാണ്. ഇവിടെ അവതരിപ്പിക്കേണ്ട വിഷയം സൈബർ ഇടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇന്ന് സൈബർ അറ്റാക്കിന് വിധേയമാകാത്ത എന്തെങ്കിലും വിഷയം നമ്മുടെ ഈ ലോകവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പരലോകവുമായി ബന്ധപ്പെട്ടോ ഉണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം സൈബർ വിശകലനങ്ങൾക്കും അതുപോലെ സൈബർ നിരൂപണങ്ങൾക്കും സൈബർ അറ്റാക്കുകൾക്കും വിധേയമാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ജനറലായി അത്തരം ഒരു വിഷയം അവതരിപ്പിക്കുക എന്നത് പരിമിതമായ സമയവും കൂടിയാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ ആക്രമങ്ങൾക്കും വിധേയമാകുന്ന പല വിഷയങ്ങളിലൊന്ന് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റിയ മത്തിനായി മാത്രം പറഞ്ഞു ശറഹ് ചെയ്യാൻ സമയമുണ്ടാകും എന്ന് തോന്നാത്തതിനാൽ ആ മത്തിന് മാത്രമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പണ്ടേ പറഞ്ഞ് പഠിച്ച ഒരു കാര്യമാണ് ലാ മുഷാഹത ഫിൽ ഇസ്തിലാഹി. ഓരോ ആളുകൾക്കും ഓരോ വിഭാഗങ്ങൾക്കും അവരുടെ ടെർമിനോളജികളുണ്ടാവും, അവരുടെ ഇസ്തിലാഹാത്തുകളുണ്ടാവും. ഞങ്ങളുടെ ഇസ്തിലാഹാത്തുകൾ ഇന്നതാണ് എന്ന് ഒരു കൂട്ടർ അംഗീകരിച്ച് അത് പ്രകാരമാണ് അവരുടെ പിന്നീടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പ്രസ്താവനകളും മുന്നോട്ടുള്ള നീക്കുപോക്കുകളും ഒക്കെ എങ്കിൽ ആ ഇസ്തിലാഹിന് എതിരാണെങ്കിൽ മാത്രമേ പിന്നെ അതിനെ നമുക്ക് ഒബ്ജക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ചെയ്യാൻ അർഹതയുള്ളൂ. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഇന്നതാണ് എന്നാണല്ലോ, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റും. ലോകത്ത് വ്യത്യസ്ത മതങ്ങളുണ്ട്. പ്രത്യേകിച്ച്
നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരമൂല്യമായ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ജാതി മതക്കാർ, അതുപോലെ മതമില്ലാത്തവർ എല്ലാം വസിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം, ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര തന്നെ സെക്യുലറിസമാണ്. ഈ രാജ്യത്തിൻ്റെ മുഖമുദ്രയിൽ പെട്ടതാണ് മതേതരത്വം എന്നത്. നമ്മുടെ പരമാധികാരം എന്നത് അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പരമാധികാരം തന്നെ മറ്റാർക്കോ നമ്മൾ വിറ്റു കഴിഞ്ഞു എന്ന് ആക്ഷേപിക്കുന്നവർക്കൊക്കെ ആക്ഷേപിക്കാൻ പറ്റിയ തരത്തിലാണ് അമേരിക്കയുമായി നടന്നു എന്ന് പറയുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായുള്ള ചർച്ച. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അന്ന് തന്നെ അത് നിർത്തിവെച്ചു എന്ന മറ്റൊരു വാർത്ത സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. മാത്രമല്ല, പാകിസ്ഥാനുമായുള്ള യുദ്ധം ഞാനാണ് ഇന്ത്യയോട് നിർത്താൻ ആവശ്യപ്പെട്ടത്, അതുകൊണ്ടാണ് ഇന്ത്യ നിർത്തിയത് എന്ന് 56ാമത്തെ വട്ടമാണ് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച വീണ്ടും ആവർത്തിച്ചത്. അതിനൊന്നും കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഉരുണ്ടു കളിക്കുന്നത് കാണുമ്പോൾ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞ സോവറിൻറ്റി അഥവാ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുപ്രധാനമായ കേസിൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും അടിയറവ് പറയാൻ പറ്റാത്ത മൂല്യങ്ങളിലെ ഒന്നാമത്തതായി എണ്ണിയ ആ പരമാധികാരം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും ഭരണഘടന നിലവിലുള്ള കാലത്തോളം നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് ഭൂമി ലോകത്തുള്ള മറ്റു രാജ്യങ്ങളെക്കാളും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെക്കാളുമൊക്കെ ഏറെ മെച്ചപ്പെട്ടതാണ് എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും മതം പാടില്ല എന്ന് പറയുന്നവനായാലും ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവനാണെങ്കിലും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവനാണെങ്കിലും എല്ലാവർക്കും തുല്യ അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്ന ആർട്ടിക്കിൾ 25 നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 അഥവാ മൗലികാവകാശങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെട്ടതും ആ 25ാമത്തെ ആർട്ടിക്കിൾ അടക്കം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ ജുഡീഷ്യൽ റിവ്യൂവിന് നിയമം വരെ വിധേയമാക്കാനുള്ള അവകാശവും നമുക്ക് നൽകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ലോകത്തെ തന്നെ ഏറ്റവും മുന്തിയ രാജ്യമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് അല്ലാമ ഇക്ബാൽ പറഞ്ഞതിൽ പണ്ഡിതന്മാർ പോലും അതിലെന്തെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്തതുണ്ട് എന്ന് പറയാതിരുന്നത്, അല്ലെങ്കിൽ ചിലരങ്ങനെ പറഞ്ഞപ്പോൾ യഥാർത്ഥ രീതിയിൽ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പണ്ഡിതന്മാർ ഇക്ബാൽ ആ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയേണ്ടി വന്നതും അതുകൊണ്ടാണ്. നമ്മുടെ രാജ്യം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തിൽ മുന്നേറുന്നത് കൊണ്ടാണ്. ഞാൻ ഇനി എൻ്റെ വിഷയത്തിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ്. എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുന്നത് കൊണ്ട് തന്നെ മതങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് 2001 ശ്യാം സുന്ദർ വേഴ്സസ് രാംകുമാർ എന്ന കേസിൽ സുപ്രീം കോടതി പറയുന്നത് നോക്കൂ നിങ്ങൾ. ഏത് മതത്തിൻ്റെ നിയമം വ്യാഖ്യാനിക്കുകയാണെങ്കിലും, ഇനി ഏത് രാജ്യമുണ്ടാക്കിയ നിയമം വ്യാഖ്യാനിക്കുകയാണ് എങ്കിലും അതിൽ നിന്ന് ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ചാൽ ശരിയാവുകയില്ല. മറിച്ച്
ആ നിയമം ഉണ്ടാക്കിയവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് ഉൾക്കൊള്ളുന്ന രീതിയിൽ ആ നിയമം മുഴുവൻ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആ നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ഞാൻ ആ പറഞ്ഞ കേസിൻ്റെ പുറമെ 2002 ജഗന്നാഥ റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന കേസിലും അതുപോലെ തന്നെ നിരതിലങ്കം വേഴ്സസ് അണ്ണായ നാടാർ എന്ന കേസിലുമൊക്കെ സുപ്രീം കോടതി പറഞ്ഞു എന്നതിൻ്റെ പുറമെ 2017 ട്രിപ്പിൾ ത്വലാഖ് കേസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ അതിൻ്റെ 196 പാരഗ്രാഫിൽ പറയുന്ന ഒരു വരി മാത്രം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. The wisdom emerging from judgments rendered by this court is unambiguous, namely that while examining issues falling in the realm of religious practices or personal law, it is not for a court to make a choice of something which it considers as forward-looking or non-fundamentalist. വളരെ വിശദമായി 196 പാരഗ്രാഫിൽ ട്രിപ്പിൾ ത്വലാഖ് വിധിയിൽ പറയുന്നത് ഒരു കോടതിക്കും കോടതി ആധുനികമാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോടതി മതമൗലികവാദത്തിന് എതിരാകാൻ പറ്റും എന്ന് കോടതി മനസ്സിലാക്കുന്ന രീതിയിലല്ല ഒരു മതത്തിൻ്റെ നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടത്. മറിച്ച് ആ മതത്തെ ശരിക്കും ഫോളോ ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണോ അത് പ്രാക്ടീസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കണം ആ മതത്തിൻ്റെ നിയമങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വരി കോടതി അടിക്കുറിപ്പായി ചേർക്കുന്നു. ഇൻക്ലൂഡിങ് സെൽഫ് പ്രോക്ലെയിംഡ് റേഷണലിസ്റ്റ് ഓഫ് ദ സെയിം ഫെയ്ത്ത്. അതേ മതത്തിൻ്റെ അല്ലെങ്കിൽ അതേ മതത്തിൻ്റെ വിശ്വാസികളുടെ ഇടയിലുള്ള ഉൽപ്പതിഷ്ണുക്കൾ നൽകുന്ന വ്യാഖ്യാനങ്ങൾ പോലും ആ മതത്തിൻ്റെ നിയമങ്ങളെ വ്യാഖ്യാനിക്കാൻ കോടതികൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ ശക്തമായി 2017 നമ്മുടെ സുപ്രീം കോടതി സൈറാബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കോടതി വിധികളിലേക്ക് സൂചിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതിനെ സംബന്ധിച്ച്, ദീനുൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കേണ്ടതിനെ സംബന്ധിച്ച് വിശ്രുതമായ ഹദീസുകളിൽ കാണാം, മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ഇതൊക്കെ പഠിച്ചവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നതിനാൽ വിശദീകരിക്കുന്നില്ല. ആകയാൽ എങ്ങനെയാണോ ഇസ്ലാമിക നിയമങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് അത് മുസ്ലിം പണ്ഡിതന്മാർ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവർ അവരെങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് അതേ രീതിയിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ സുപ്രീം കോടതി നിരവധി കേസുകളിലൂടെ ബോധ്യപ്പെടുത്തിയത് എന്ന മുഖവുരക്ക് ശേഷം ഇനി നമ്മുടെ വിഷയവുമായി ഞാൻ ഹെഡിങ് മാത്രമേ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അഥവാ നമ്മൾ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. അതിന് അവർ തെളിവായി പറയുന്നത് പുരുഷന്മാർക്ക് ഡബിൾ ഷെയർ കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് സിംഗിൾ ഷെയറേ കൊടുക്കുന്നുള്ളൂ, പുരുഷന് ആണിന് കിട്ടുന്നതിൻ്റെ പകുതി മാത്രമേ പെണ്ണിന് കിട്ടുന്നുള്ളൂ എന്നത് അവരൊരു ഉദാഹരണമായി പറയുകയും സൈബറിടത്തിലെ ഏറ്റവും വലിയ ആക്രമണം നടക്കുന്ന ഒരു ഇഷ്യൂ ഇതായതുകൊണ്ട് അത് ചുരുക്കി പറയുകയാണ്. ഇത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ അനന്തരാവകാശത്തിന് പ്രിയപ്പെട്ടവരെ ഒരിക്കലും പുരുഷനാണോ സ്ത്രീയാണോ എന്ന വ്യത്യാസം അടിസ്ഥാനമേ അല്ല എന്ന ഇസ്ലാമിക വിശ്വാസപ്രകാരം പുരുഷനും സ്ത്രീക്കും അല്ലെങ്കിൽ അല്ലാത്തവർക്ക് അനന്തരാവകാശത്തിൻ്റെ വീതം ലഭിക്കുന്നതിൽ മാനദണ്ഡമാക്കിയത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം അനന്തരാവകാശം എടുക്കുന്ന ലീഗൽ ഹെയർ വാരിസ്. ആ വാരിസും മുവരിസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം ശക്തമാണ്.
എന്ന് പറഞ്ഞാൽ മുവരിസുമായിട്ട് വാരിസിനുള്ള റിലേഷൻഷിപ്പ്, ഖറാബത്ത് അത് ശക്തിപ്പെടുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ സ്വത്ത് ലഭിക്കുന്നു എന്നതല്ലാതെ പുരുഷനായതുകൊണ്ട് കൂടുതൽ, സ്ത്രീ ആയതുകൊണ്ട് കുറവ് എന്നല്ല. രണ്ടാമത് ഇസ്ലാം മാനദണ്ഡമാക്കിയ മറ്റൊരു കാര്യം പോസിബിൾ ലൈഫ് ടൈം കണക്കാക്കുകയാണ്. നമ്മുടെ സാധാരണ രീതിയിൽ ഒരാൾക്ക് ഇനി പ്രതീക്ഷിക്കപ്പെടുന്ന ലൈഫ് ടൈം കുറവാണ് എന്ന് വെക്കുക, മറ്റേ ആൾക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന ലൈഫ് ടൈം, ഒരു അപകടം പറ്റി ചെറുപ്പക്കാരൻ നേരത്തെ മരിച്ചു പോകൂല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സാധാരണ രീതിയിൽ നമ്മൾ ഈ വിഷയം കണക്കാക്കപ്പെടുമ്പോൾ പോസിബിൾ ലൈഫ് ടൈം ആർക്കാണോ കൂടുതലുള്ളത് അവർക്ക് കൂടുതൽ സ്വത്ത് കൊടുക്കും. കാരണം അവർക്ക് കൂടുതൽ ജീവിക്കാനുള്ള ഒരു വക ഉണ്ടാകണം എന്നതാണ് സാമാന്യമായ ബോധ്യം എന്നതിനാൽ. അതേസമയം അവർക്ക് ലൈഫ് ടൈം കുറവാണ് എന്നാണ് നമ്മുടെ എസ്റ്റിമേഷൻ എങ്കിൽ അവർക്ക് സ്വത്ത് കുറച്ചു കൊടുക്കും എന്നതാണ്. രണ്ടിനും കൂടി ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ആൾ മരിച്ചപ്പോൾ ഒരു ഉമ്മയും ഒരു മകളും മാത്രമാണുള്ളത് എന്ന് വെക്കും. മരിച്ച വ്യക്തിക്ക് ഉമ്മയും മകളും മാത്രമേ ഉള്ളൂ അനന്തരാവകാശികളായി. എന്നാൽ നമുക്കറിയാം ഉമ്മയും മകളും രണ്ടുപേരും സ്ത്രീകളാണ്. പക്ഷേ ഉമ്മാക്ക് നമ്മൾ 1/6 മാത്രമേ കൊടുക്കുള്ളൂ. അതേസമയം ഈ മകൾക്ക് പകുതി അവളുടെ അവകാശം ഷെയർ എന്നുള്ള നിലക്കും കൊടുക്കും. അതുപോലെ തന്നെ ബാക്കി 2 പേർക്കും കൂടി റദ്ദ് എന്നുള്ള ആ നിയമപ്രകാരവും കൊടുക്കും. ആ റദ്ദിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഏതായാലും ഉമ്മയും മകളും മാത്രമേ ഉള്ളൂ എങ്കിൽ ഉമ്മാക്ക് 1/6 മാറുകയും മകൾക്ക് സ്വത്തിൻ്റെ പകുതി കൊടുക്കുകയും ചെയ്തു എന്ന സ്ഥലത്ത് മയ്യിത്തുമായിട്ട് ഉമ്മയുടെ ബന്ധം നമ്മൾ ചെറുതായി കാണുന്നില്ലെങ്കിൽ പോലും ആ മകളുമായിട്ടുള്ള ബന്ധം കൂടുതലാണ്. ആ മകൾക്കാണ് പോസിബിൾ ലൈഫ് ടൈം കൂടുതലുള്ളത്. അതേ ഉദാഹരണം തിരിച്ചു പറയാം. മരിച്ച ആൾക്ക് വാപ്പയും അതുപോലെ തന്നെ മകനും മാത്രമാണുള്ളത് എന്ന് കരുതാം. എന്നാൽ വാപ്പാക്ക് 1/6 മാത്രമേ കൊടുക്കുന്നുള്ളൂ, മകനാണ് ബാക്കി മുഴുവനും. ഇവിടെയും ഈ 2 മാനദണ്ഡങ്ങളാണ് പരിശോധിച്ചത്. ആണാണോ പെണ്ണാണോ എന്നുള്ള വ്യത്യാസമേ പരിഗണിച്ചില്ല. മറിച്ച് പോസിബിൾ ലൈഫ് ടൈം എത്രയാണ്, സാധാരണ രീതിയിലുള്ള ഒരു എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എത്രമാത്രം ശക്തമാണ്, ഇത് രണ്ടും കണക്കാക്കി. മൂന്നാമത്തെ അടിസ്ഥാനമായി ദീനുൽ ഇസ്ലാം കണക്കാക്കിയത് ജീവിതത്തിൽ വരാൻ പോകുന്ന സാമ്പത്തിക ബാധ്യതകളാണ്. സാമ്പത്തിക ബാധ്യത കൂടുതലുള്ള ആൾക്ക് അനന്തരാവകാശ സ്വത്ത് കൂടുതൽ കൊടുത്തു എന്നത് മാത്രമാണ്. അല്ലാതെ ആണായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൊടുക്കുകയോ പെണ്ണായതിൻ്റെ പേരിൽ കുറച്ചു കൊടുക്കുകയോ ചെയ്യുകയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ല തൻ്റെ തുഹ്ഫയുടെ 6-ാം വാള്യം 719 പേജിൽ കാണാം, വഫുദ്ദില ദക്കറു ലിഖ്തിസാസിഹി ബിനഹ്വിൻ നുസ്രത്തി വതഹമ്മുലിൽ അഖ്ലി വൽ ജിഹാദി വസലാഹിയ്യതിഹി ലിൽ ഇമാമത്തി വൽ ഖളാഇ വഗൈരി ദാലിക വജുഇല ലഹു മിസ്ലാഹാ ലിഅന്ന ലഹു ഹാജത്തൈനി ഹാജത്തൻ ലിനഫ്സിഹി വഹാജത്തൻ ലിസൗജത്തിഹി വഹിയ ലഹൽ ഊലാ ബൽ കത്തസ്തഗ്നി ബിസ്സൗജ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം വളരെ വ്യക്തമായി രേഖപ്പെടും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മ വെക്കാൻ പറ്റിയതുമാണ്, വളരെ ചെറിയ രീതിയിൽ ആരോടും മറുപടി പറയാൻ പറ്റിയതുമാണ്. ഇസ്ലാം അനന്തരാവകാശം നൽകുന്നതിൻ്റെ നിയമം വിശദീകരിച്ച മൊത്തം നിയമങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ 4 കേസുകളിൽ മാത്രമാണ് പുരുഷന് ഇരട്ടിയും സ്ത്രീക്ക് പകുതിയും കിട്ടുന്ന അവസ്ഥയുള്ള. ആ 4 ഉദാഹരണങ്ങളിലും ഈ പുരുഷൻ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ആളാണ്. സാമ്പത്തിക ബാധ്യത വരുന്ന സ്ഥലത്ത് മാത്രമേ പുരുഷന് കൂടുതൽ സ്വത്ത് നൽകിയിട്ടേ ഉള്ളൂ. അങ്ങനെ പുരുഷന് സ്ത്രീയേക്കാൾ സാമ്പത്തിക ബാധ്യത വരുന്ന 4 കേസുകളിലെ ഇസ്ലാം സ്ത്രീയുടെ ഇരട്ടി സ്വത്ത് പുരുഷന് നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അനേകം കേസുകളിൽ നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീക്കും പുരുഷനും ഈക്വൽ ഷെയർ നൽകിയത് കാണാം.
മൂന്നാമത്തത് 10-ലധികം ഉദാഹരണങ്ങളിൽ സ്ത്രീക്കാണ് പുരുഷനേക്കാൾ സ്വത്ത് ലഭിച്ചത് എന്ന് കാണാം. അതേപോലെ അനേകം കേസുകളിൽ സ്ത്രീക്ക് മാത്രമേ സ്വത്തവകാശമുള്ളൂ, ആ സ്ഥാനത്തുള്ള പുരുഷനായിരുന്നു എങ്കിൽ ആ പുരുഷന് തീരെ സ്വത്ത് ലഭിക്കുകയില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് മനസ്സിലാക്കണം. അപ്പം ഈ 4 ഖദിയ്യകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, സാമ്പത്തിക ബാധ്യത പുരുഷന് വളരെ കൂടുതൽ വരുന്ന 4 ഉദാഹരണങ്ങളിൽ മാത്രമേ സ്ത്രീയുടെ ഇരട്ടി സ്വത്ത് പുരുഷന് ഇസ്ലാം നൽകിയിട്ടേ ഉള്ളൂ. എന്നാൽ അനേകം കേസുകളിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ സ്വത്തവകാശമാണ് നൽകിയത്. മാത്രമല്ല 10-ലധികം കേസുകളിൽ സ്ത്രീക്കാണ് പുരുഷനേക്കാൾ സ്വത്ത് ഇസ്ലാം നൽകിയിട്ടുള്ളത് എന്നും, കൂട്ടത്തിൽ മറ്റനേകം കേസുകളിൽ സ്ത്രീകൾക്ക് മാത്രമേ സ്വത്ത് നൽകിയിട്ടുള്ളൂ, അവിടെയൊന്നും പുരുഷന് ഇസ്ലാം സ്വത്ത് നൽകിയിട്ടേ ഇല്ല എന്നും ജനറലായി നമ്മൾ മനസ്സിലാക്കണം എന്ന് കാര്യവും കൂടി ഉണർത്തുകയാണ്. 4 ഉദാഹരണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പുരുഷന് ഇരട്ടി കൊടുക്കുന്ന സ്ഥലം, അഥവാ മകളും മകനുമാണ് മയ്യിത്തിന് എന്ന് മനസ്സിലാക്കുക. മകളും മകനും മാത്രമാണ് ഉള്ളത് എങ്കിൽ നമുക്കറിയാം 3-1 അഥവാ ഇരട്ടിയും പകുതിയും എന്നുള്ള തത്വം യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഡബിൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ വാപ്പയും ഉമ്മയും, ഇങ്ങനെ 2 പേരാണ് ഒരു മയ്യിത്തിനുള്ളത് എന്ന് വെക്കുക. നേരത്തെ മകനും മകളും ആണും പെണ്ണുമായി, ഇനി വാപ്പയും ഉമ്മയുമാണ് എന്ന് വെക്കുക. എന്നാൽ ഉമ്മാക്ക് 3-1, ബാക്കി 3-2 ഈ വാപ്പാക്കാണ് കിട്ടുന്നത്. മൂന്നാമത്തെ ഉദാഹരണം, സഹോദര സഹോദരിമാരെ ഒരു മയ്യിത്തിന് അനന്തരാവകാശികളുള്ളൂ എന്ന് സങ്കല്പിക്കുക. അവിടെ ഒരു സഹോദരിക്ക് 3-1 എങ്കിൽ 3-2 മറ്റേ സഹോദരനാണ് കിട്ടുന്നത്. 4-മത്തെ ഉദാഹരണമാണ് ഭാര്യയും ഭർത്താവും. അത് നമുക്കറിയാം, മക്കളില്ല എന്നാണ് എങ്കിൽ ഭർത്താവിന് പകുതിയാണ്. ഭർത്താവിന് പകുതി കിട്ടുന്ന അതേ ഉദാഹരണത്തിൽ ഭാര്യക്ക് അഥവാ ഭർത്താവിന് മക്കളില്ലെങ്കിൽ പകുതി കിട്ടുന്നില്ല, 4-1 കിട്ടുന്നുള്ളൂ. മക്കളുള്ള കേസാണെങ്കിൽ ഭർത്താവിന് 4-1 കിട്ടും. അതേ കേസ് ഭാര്യയാണുള്ളത് എങ്കിൽ 8-1 കിട്ടും. ഈ 4 ഉദാഹരണങ്ങളിൽ മാത്രമാണ് സ്ത്രീക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി പുരുഷന് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാകും, ഈ ആൺകുട്ടി മകനും മകളുമായ സ്ഥലത്ത് സാമ്പത്തിക ബാധ്യത മുഴുവൻ വരുന്നത് ഈ ആൺകുട്ടിയുടെ മേലാണ്. വാപ്പയും ഉമ്മയും 2 ഒരാണും ഒരു പെണ്ണും മാത്രമുള്ളിടത്ത് സാമ്പത്തിക ബാധ്യത മുഴുവൻ വരുന്നത് പിതാവിൻ്റെ മേലാണ്. സഹോദരനും സഹോദരിയും ഒരാണും പെണ്ണും മാത്രമുള്ളിടത്ത് സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ വരുന്നത് ഈ സഹോദരൻ്റെ മേലാണ്. ഭർത്താവും ഭാര്യയുമുള്ള കേസിൽ സാമ്പത്തിക ബാധ്യത മുഴുവൻ വരുന്നത് ഈ ഭർത്താവിൻ്റെ പേരിലാണ്. ഇങ്ങനെ പുരുഷൻ്റെ പേരിൽ സാമ്പത്തിക ബാധ്യത കൂടുതൽ വരുന്ന 4 ഉദാഹരണങ്ങളിലാണ് പുരുഷന് ഇരട്ടി നൽകുക എന്ന സിദ്ധാന്തം ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇനി സ്ത്രീയും പുരുഷനും ഒരുപോലെയാകുന്ന ഉദാഹരണത്തിന് വേണ്ടി 1-2 മാത്രമേ പറയുന്നുള്ളൂ. ഒരു മയ്യിത്തിന് വാപ്പയും ഉമ്മയും മകനും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. മരിച്ച മയ്യിത്തിന് ഒരു മകനുണ്ട്, വാപ്പയും ഉമ്മയുണ്ട്. അവിടെ വാപ്പാക്കും 6-1, ഉമ്മാക്കും 6-1. നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ ഉദാഹരണം കണ്ടോ. ആണാണോ പെണ്ണാണോ എന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ വാപ്പാക്ക് കൂടുതൽ കൊടുക്കേണ്ടിയിരുന്നു, ഉമ്മാക്ക് കുറവായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ വാപ്പാക്കും ഉമ്മാക്കും ഒരുപോലെ കൊടുത്തു. മസലത്തുൽ മുഷറക്ക നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെയും ഫുൾ ബ്രദർ അഥവാ ഷഖീഖായ സഹോദരൻ, ആ സഹോദരനും അതുപോലെ തന്നെ ഉമ്മയൊത്ത സഹോദരിക്കും ഒരുപോലെ കൊടുക്കുന്ന ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ അനേകം ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ സുദീർഘമായി ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ ഹജ്ബിൻ്റെ ബാബിലേക്ക് കടന്നാൽ നമ്മുടെ തരിക്കത്തിൻ്റെ അല്ലെങ്കിൽ മീറാത്തിൻ്റെ ബാബിൽ ആകെ ഹജ്ബ് തീരെ ബാധിക്കാത്ത കൂട്ടർ 6 പേരാണ്. അവരെ ഒരു കാരണവശാലും ഹജ്ബ് ചെയ്യപ്പെടൂല. അതേസമയം അവാനി ഉല്ലിർത്ത് അത് ഡിസ്ക്വാളിഫിക്കേഷൻ്റെ മറ്റൊരു കാര്യമാണ്. ഈ ഹജ്ബ് ബാധിക്കുന്ന 6 ആളുകളിൽ നിങ്ങൾ നോക്കൂ, 3 പേരാണും 3 പേര് പെണ്ണുമാണ്.
രണ്ടുപേരെയും ഒരേപോലെയാണ് ഈ നിയമം ബാധിക്കുന്നത്. ഭർത്താവും മകനും വാപ്പയുമാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ തീരെ ഹജ്ബ് ബാധിക്കാത്തവരെങ്കിൽ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഭാര്യയും മകളും ഉമ്മയും, ഈ 3 പേരും തീരെ ഹജ്ബ് ബാധിക്കാത്തവരാണ്. അപ്പോൾ അവർ ഒരേപോലെയാണ്. ഇനി സ്ത്രീക്ക് പുരുഷനേക്കാൾ അനന്തരാവകാശം കിട്ടുന്ന ഉദാഹരണങ്ങൾ കുറേയേറെ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ആദ്യമായിട്ട് ഖുർആൻ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ്, ഖുർആൻ പറഞ്ഞ വാരിസ്യങ്ങൾ എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കും. ഖുർആൻ പറഞ്ഞ അനന്തരാവകാശികൾ, അതുപോലെ ഖുർആൻ പറഞ്ഞതിലേക്ക് ഹദീസും ഇജ്മാഉം കൂടി കൂട്ടി വെക്കുമ്പോൾ ടോട്ടൽ 23 പേരാണ് അനന്തരാവകാശി. ഈ അനന്തരാവകാശികളുടെ പട്ടിക മാത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, 23 പേരിൽ 17 പേരും സ്ത്രീകളാണ്, 6 പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. ഏറ്റവും വലിയ ഷെയർ 3ൽ 2 2/3 ഈ 3ൽ 2 പേര്, ഈ 3ൽ 2 എന്നുള്ള വിഹിതം ഇസ്ലാം നൽകുന്നത് 4 കൂട്ടർക്കാണ്. ആ 4 കൂട്ടർ ഏറ്റവും വലിയ ഷെയറായ 3ൽ 2 ഒരൊറ്റ ആണിനും കിട്ടുന്നില്ല എന്നതാണ് നമ്മുടെ ശരീഅത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മയ്യിത്തിൻ്റെ സ്വത്തിലെ ഏറ്റവും വലിയ വിഹിതമായ 3ൽ 2 സ്ത്രീകൾക്ക് മാത്രമേ ഇസ്ലാം കൊടുക്കുന്നുള്ളൂ, ഒരൊറ്റ ആണിനും കൊടുക്കുന്നില്ല. അടുത്ത വിഹിതം പകുതിയാണ്. ആ പകുതി കിട്ടുന്ന 5 പേരുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൽ ഒരൊറ്റ ആണ് മാത്രമേ ഉള്ളൂ. പകുതി കിട്ടുന്ന 4 പേരും പെണ്ണുങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഖുർആൻ പറഞ്ഞ മറ്റൊരു ഷെയർ 3ൽ 1 3ൽ 1 കിട്ടുന്നവർ 3 പേരാണ്. ആ 3ൽ 2 പേരും സ്ത്രീകളാണ്, ഒരൊറ്റ ആണ് മാത്രമേ ഉള്ളൂ. 6ൽ 1 എന്ന വീതം കിട്ടുന്നവർ 8 പേരുണ്ട് എങ്കിൽ അതിൽ 5 പേരും പെണ്ണുങ്ങളാണ്, കേവലം 3 പേരും മാത്രമേ ആണുങ്ങളുള്ളൂ. 4ൽ 1 എന്ന വീതം കിട്ടുന്നവർ മാത്രമാണ് 2 പേര്, അത് ഒരാണും ഒരു പെണ്ണുമുണ്ട്. ഇതല്ലാത്ത ബാക്കിയുള്ളതിലൊക്കെ സ്ത്രീകൾക്കാ മുൻഗണന. അവസാനത്തെ ഷെയറായ 8ൽ 1 പരിശോധിച്ചാലോ, അതാകെ ഒരു പെണ്ണിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ആണിന് തീരെയില്ല. ചുരുക്കി പറഞ്ഞാൽ മൊത്തം അനന്തരാവകാശികളായ 23 പേരിൽ 17 പേരും സ്ത്രീകളാണ്, 6 പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ഇനി പുരുഷന്മാരല്ലേ അസബത്തും ബി നഫ്സിഹി ഉള്ളൂ, അതുകൊണ്ട് അവർക്കാണല്ലോ കൂടുതൽ കിട്ടുക എന്നതാണ് പിന്നെ മറ്റ് ചിലർ വലിയ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. ഞാൻ പറയുന്നു, ചില ഉദാഹരണങ്ങളിൽ പുരുഷന്മാർക്ക് അസബയായി കിട്ടുന്നതിനേക്കാളും കൂടുതൽ സ്ത്രീക്ക് അവൾക്ക് കിട്ടുന്ന ഫർള് കൊണ്ട് കിട്ടുന്ന വിഹിതം കൂടുന്നു. ഒരൊറ്റ ഉദാഹരണം വേഗം വായിച്ചു പോകാം. ഒരു മയ്യിത്തിന് ഭർത്താവുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അതുപോലെ തന്നെ 2 പെൺകുട്ടികളും ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഇവിടെ സ്വത്ത് ഓരി വെക്കേണ്ടത് 12 15 ഓരി വെക്കും. ഏതായാലും അവര് കൂടി വരുമ്പം 15. ഈ 2 പെൺകുട്ടികൾക്കും കൂടി നമ്മൾ 60 ഏക്കറുള്ള മുതലാളിയാണ് മരിച്ചത് എന്ന് വെച്ചാൽ ഈ 2 പെൺകുട്ടികൾക്കും കൂടി 32 ഏക്കറുണ്ടാകും. എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളിൽ ഒരാൾക്ക് 16 ഏക്കറുണ്ട്. ഈ 2 പെൺകുട്ടികളെ സ്ഥാനത്ത് 2 ആൺകുട്ടികളായിരുന്നു എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഈ മസല 12 ഓഹരിയായിട്ടാണ് ചെയ്യേണ്ടത്. 60 ഏക്കറയിൽ ഒരു ആൺകുട്ടിക്ക് 12.5 ഏക്കർ മാത്രമേ കിട്ടുള്ളൂ. 2 പെൺകുട്ടികളായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിക്ക് 16 ഏക്കർ ഭൂമി കിട്ടിയിരുന്ന സ്ഥലത്ത് 2 ആൺകുട്ടികളാണെങ്കിൽ അതിൽപ്പെട്ട ഒരാൺകുട്ടിക്ക് 12.5 ഏക്കർ മാത്രമേ കിട്ടുള്ളൂ. 2 ആൾക്കും കൂടി 25 ഏക്കർ കിട്ടും. അതേസമയം 2 പെൺകുട്ടികൾക്കും കൂടി 32 ഏക്കർ കിട്ടുമായിരുന്നു. അപ്പോൾ കണ്ടോ, 2 ആൺകുട്ടികളെക്കാൾ കൂടുതൽ സ്വത്ത് 2 പെൺകുട്ടികൾക്ക് കിട്ടി എന്നതാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. മറ്റൊരു ഉദാഹരണം പറയാം. ഒരു മയ്യിത്തിന് ഭർത്താവുണ്ട്, 2 ഷഖീഖത്താനിയായ സഹോദരിമാരുണ്ട്, ഒരു ഉമ്മയും ഉണ്ട് എന്ന് കരുതുക. മസല അവര് കൂടി കൂട്ടുമ്പോൾ 8 ആകും. 48 ഏക്കറുള്ള ഈ പെണ്ണിന് അവരുടെ സ്വത്ത് ഓരി വെക്കുമ്പോൾ ഈ ഉദാഹരണത്തിൽ ഒരു സഹോദരിക്ക് 12 ഏക്കർ കിട്ടുന്നതാണ്. അതേസമയം അവിടെ 2 ഷഖീഖത്താനിയുടെ സ്ഥാനത്ത് 2 ഷഖീഖാനിയായ സഹോദരന്മാരാണ്.
എന്ന് കരുതുക. നേരത്തെ ഒരു സഹോദരിക്ക് 12 ഏക്കർ കിട്ടിയിരുന്ന സ്ഥലത്ത് ഈ സഹോദരന്, ഷഖീഖായ സഹോദരന് 8 ഏക്കർ മാത്രമേ കിട്ടുകയുള്ളൂ. പൊതുവേ നമ്മൾ ദർസ് തന്നെ കണ്ടുവരുന്നൊരു സ്വഭാവമാണ്, ഫറായിലിൻ്റെ ദർസ് നടക്കുമ്പോൾ അത്ര വേഗത്തിൽ പറഞ്ഞു പോയാൽ നമ്മുടെ ദർസിൽ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് തന്നെ വേണ്ടതുപോലെ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വിശദമായി പറയുന്നില്ല. ഞാൻ പറയുന്നു, പെണ്ണിനുള്ള പകുതി ഒരു പെൺകുട്ടിയാകുമ്പോൾ അല്ലെ ഒരു സഹോദരിയാകുമ്പോഴുള്ള പകുതി ആ സ്ഥാനത്തുള്ള പുരുഷൻ റെസ്യൂജറി അല്ലെങ്കിൽ അസബയാകുന്നതിനേക്കാൾ കൂടുതൽ ഗുണമാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീക്ക് 1/3 കിട്ടുന്ന സ്ഥലത്ത് തൽസ്ഥാനത്തുള്ള പുരുഷൻ അസബാക്കാരനായി വരികയാണെങ്കിൽ ആ അസബാക്കാരനാകുന്ന പുരുഷനേക്കാൾ ഈ സ്ത്രീക്ക് കിട്ടുന്ന 1/3 വളരെ ഗുണമാണ്. ഒരു സഹോദരന് 6 ഏക്കറയാണ് കിട്ടുന്നതെങ്കിൽ സഹോദരിക്ക് അവിടെ 8 ഏക്കർ കിട്ടുന്ന ഉദാഹരണം ഞാനിവിടെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. ഒരു സ്ത്രീക്ക് 1/6 ഫർള് എന്നുള്ള നിലക്ക് കിട്ടുമ്പോൾ ആ സ്ത്രീയുടെ സ്ഥാനത്ത് വരുന്ന പുരുഷൻ അസബാക്കാരനായി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഈ 1/6 മെച്ചം. കാരണം ഒരു സഹോദരിക്ക്, ഉമ്മയൊത്ത സഹോദരിക്ക് 10 ഏക്കർ കിട്ടുമെങ്കിൽ ഒരു ഷഖീഖായ സഹോദരന് 5 ഏക്കർ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന കൃത്യമായ കണക്ക് എൻ്റെ മുന്നിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീക്ക് കിട്ടുന്ന ഫർള് എപ്പോഴും പ്രൊട്ടക്റ്റഡാണ്, സംരക്ഷിക്കപ്പെട്ടതാണ്. പുരുഷന് മികവ് എന്ന് പറയുന്ന അവരുടെ അസബ എന്ന സ്വഭാവം പലപ്പോഴും സ്ത്രീക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ച് കിട്ടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ശരിയായ രീതിയിൽ ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തെ പഠനവിധേയമാക്കിയാൽ അവിടെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുത, നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചെലവ് കൂടുതൽ ഉത്തരവാദിത്തമായി പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിച്ച സ്ഥലങ്ങളിൽ മാത്രം പുരുഷന് അല്പം സ്വത്ത് കൂടുതൽ നൽകുന്നുണ്ട്. സ്ത്രീക്ക് അവിടെ അല്പം കുറവാണ്. കാരണം സ്ത്രീയോട് ഒരു നയാ പൈസ പോലും അവളെ പോക്കറ്റിൽ നിന്ന് ചെലവഴിക്കണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യമേ ദീനുൽ ഇസ്ലാം സങ്കല്പിക്കുക പോലും ചെയ്യുന്നില്ല. എല്ലാ സാമ്പത്തിക ബാധ്യതകളും പുരുഷനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആകയാൽ ഇസ്ലാമിക ഈ നമ്മുടെ അനന്തരാവകാശ സ്വത്തുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ജൽപ്പനങ്ങൾ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് സൈബർ ആക്ടിവിറ്റീസ് കൂടുതൽ ശക്തമായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മളൊക്കെ അത് നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ നന്നായി പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും കൂടി ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുകയാണ്. കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട്, ഇനി ജോലിക്ക് ഇറങ്ങാനുള്ളവരായതുകൊണ്ട് സൈബറിടവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യവും കൂടി പ്രത്യേകം തന്നെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പോക്സോ നിയമം വളരെ ശക്തമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനം നിയമം വളരെ ശക്തമാണ്. നമ്മൾ നമ്മുടെ പ്രസംഗത്തിൽ, നമ്മുടെ ക്ലാസിൻ്റെ ഇടയിൽ ഒക്കെ എന്തെങ്കിലും സംസാരിക്കുന്നത് പോലും നമുക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ വരാൻ സാധ്യതയുള്ളതാണ്. ഷിംജിത എന്നൊരു പെൺകുട്ടി ബസ്സിൽ ദീപക് എന്ന ചെറുപ്പക്കാരൻ തന്നെ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇറക്കുകയും അതിനെ തുടർന്ന് കോഴിക്കോട്ടുകാരനായ ദീപക് തൂങ്ങി മരിക്കുകയും ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. CJ റോയിയുടെ ആത്മഹത്യയെപ്പറ്റി അല്ല ഞാൻ പറയുന്നത്. ഒരു പെണ്ണ്, മുസ്ലിം സമൂഹത്തിലുള്ള പെണ്ണ് വരെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ബസ്സിലെ യാത്രയും മറ്റും ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ പണ്ഡിതന്മാരുടെ വേഷം ധരിച്ചവരോ ആയ നമ്മളെ കൊടുക്കാൻ ഒരു പക്ഷേ ബസ്സിൽ പലരും ഉണ്ടാകും, ട്രെയിനിൽ പലരും ഉണ്ടാകും. ഉസ്താദിൻ്റെ വയൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്ന് ഫോൺ നമ്പർ തരണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നവരുണ്ടാകും. നമ്മുടെ വയൽ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളിലേക്ക് അടുക്കും. അതുവഴി നമ്മൾ നടത്തുന്ന ചാറ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. നമ്മോട് വേണ്ടാത്ത രീതിയിലുള്ള ശൃംഗാരം നടത്തും. നമ്മളെങ്ങാനും ആ രീതിയിൽ അങ്ങോട്ട് അവർക്കനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ നിങ്ങളുടെ ഈ ചാറ്റുകളുടെ ഉപയോഗം
ഉപയോഗപ്പെടുത്തി, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഫോട്ടോകൾ ഉപയോഗപ്പെടുത്തി വലിയ കേസുകൾ വരും. പിന്നെ അങ്ങേ അറ്റത്തെ ഐബാകും. ഒരു പക്ഷേ കാസർഗോഡൊക്കെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന ആത്മഹത്യ പണ്ഡിതന്മാരില്ല ഉള്ളവർക്ക് വരെ വരാൻ ഇടയാകും. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇന്ന് ഈ സ്റ്റേജിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഒരു 10 മിനിറ്റോളം ഞാനൊരു മുദർരിസിൻ്റെ കാര്യം മറ്റൊരാൾ ആയിട്ട് സംസാരിക്കുകയായിരുന്നു. കുട്ടിയെ നല്ലതുപോലെ തല്ലി. കേസ് എൻ്റെ മുന്നിൽ 2-3 മാസം മുമ്പ് എത്തിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഉമ്മ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ഉസ്താദേ, ആ കുട്ടിയുടെ ഉമ്മ അടിച്ച് തോളിൻ്റെ എല്ല് പൊട്ടിയിട്ട് നാട്ടിക്ക് പറഞ്ഞയക്കാതെ ഫോൺ ചെയ്തു, വീണിട്ടുണ്ട്, ഇവിടുന്ന് ഞങ്ങളെല്ലാ ചികിത്സയും കൊടുക്കുന്നുണ്ട്. കൂടെ പഠിക്കുന്ന ഒരു കുട്ടി നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മോൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അവനെ ഉസ്താദ് അടിച്ച് തോളെല്ല് പൊട്ടിയിട്ട് അവിടെ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ കുട്ടീനെ കാണിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. മാത്രമല്ല അവിടുന്ന് TC നൽകാൻ തയ്യാറായില്ല. അവസാനം ഈ മുദർരിസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വരെ കേൾക്കാനിടയായി. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കാര്യമുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇങ്ങനത്തെ വിഷയം ഉണ്ടാകും എന്ന് ചിന്തിച്ചാൽ പോരാ. ഒന്നും നമ്മളിൽ നിന്നില്ലാതെ തന്നെ പല കേസുകളും വരാൻ സാധ്യതയുണ്ട്. അത് ലൈംഗികമായി നമ്മൾ കുട്ടികളെ ആക്രമിച്ചു എന്ന് കേസ് വരാൻ സാധ്യതയുണ്ട്. പഴയ കാലത്തെ പോലെയല്ല, നമ്മളെ എല്ലാ ഭാഗത്തുനിന്നും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. CCTV ഉണ്ടാകും, അല്ലാത്ത TV ഉണ്ടാകും, ക്യാമറയുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ മൂമിനീങ്ങളായ നമ്മളതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എപ്പോഴും കാണുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ എല്ലാം അത് ഫോണിലൂടെയുള്ള പെരുമാറ്റമാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയുള്ള കോണ്ടാക്റ്റുകളാണെങ്കിലും ഫിസിക്കലായ കോണ്ടാക്റ്റുകളാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മാത്രമാക്കാൻ ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകണം. അല്ല എങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ വലിയ അപകടം വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, സാദാത്തുക്കൾക്ക്, നേതാക്കന്മാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.